നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്, ഈ മണ്ണിലെ അധിനിവേശക്കാരെയല്ല എന്നത് ഒരു നാടിനെയാകെ ഉണർത്തിയ ധീരപ്രഖ്യാപനമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരെ മലബാറിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു 1921 ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ നടന്നത്. തീക്ഷ്ണമായ വിശ്വാസം കൊണ്ട് അധിനിവേശത്തിനെതിരെ ചെറുത്തുനിൽക്കാൻ ഒരു ജനതയെ മുന്നോട്ട് നയിച്ചത് മലബാർ കണ്ട ഏറ്റവും ജനകീയനായ ആലി മുസ്ലിയാരുടെ നേതൃത്വമായിരുന്നു. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ ഏറനാട്ടിലെ നെല്ലിക്കുത്ത് ഗ്രാമത്തിൽ 1853 ജനിച്ചു. ഓത്തുപള്ളിയിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കുകയും മാതൃസഹോദരനിൽ നിന്നും ഇസ്ലാമിലെ ധാർമ്മിക കൃതികളും അറബി വ്യാകരണങ്ങളും പഠിക്കുകയും ചെയ്തു. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന കുടുംബമായതുകൊണ്ട് തന്നെ വീട്ടിലേർപ്പെടുത്തിയ ആശാന്മാരിൽ നിന്ന് ഭാഷാ പ്രാവീണ്യം നേടി. ഭാഷയോട് നീരസം കാണിച്ചിരുന്ന തൻ്റെ സമുദായത്തിലെ ആളുകളോട് ഭാഷയുടെ പ്രാധാന്യത്തെ ഉണർത്തിക്കൊണ്ട് പഠിക്കാൻ ആവശ്യപ്പെട്ടു. പ്രാഥമിക പഠനം നാട്ടിൽ നിന്നും നേടിയതിനു ശേഷം മക്കയിൽ പോയി ഉപരിപഠനം നടത്തി. ശേഷം ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആലി മുസ്ലിയാർ ആദ്യമായി ദർസ് ആരംഭിച്ചു. തുടർന്ന് നാട്ടിൽ വിവിധ ഇടങ്ങളിൽ മദ്രസകൾ സ്ഥാപിച്ച് സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് ധാരാളം സംഭാവനകൾ ചെയ്തു. മദ്യപിച്ചു ലക്കില്ലാതെ ഒരു പട്ടാളക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആലേഖനം ചെയ്ത ഖിലാഫത്ത് പതാക ചവിട്ടിയരച്ചതിനെ ചോദ്യം ചെയ്ത ആലി മുസ്ലിയാരെ അസഭ്യം പറഞ്ഞ പട്ടാളക്കാരനോട് പ്രതികാരത്തിനു തുനിഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പ്രധാനിയായ ലവക്കുട്ടിയെ ആലി മുസ്ലിയാർ തടയുകയാണുണ്ടായത്. ഇസ്ലാമിക നേതൃത്വത്തിൻ്റെ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞത്. ജാതിഭേദമന്യേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരിലേക്കിറങ്ങി പരിഹരിക്കുകയും ജാതി മേധാവിത്വത്തെയും ഐത്താചാരത്തെയും എതിർക്കുകയും ചെയ്ത ആലി മുസ്ലിയാരെ ഇതര മതസ്ഥരും ഏറെ ആദരവോടെയാണ് കണ്ടിരുന്നത്. എല്ലാവരോടും വിനയത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറിയിരുന്ന ആലി മുസ്ലിയാർ തിരൂരങ്ങാടിക്കാർക്ക് അവരുടെ പ്രിയപ്പെട്ട മൊയ്ലിയാരുപ്പൂപ്പയായിരുന്നു. ഖിലാഫത്തിൻ്റെയും അഹിംസയുടെയും ആവേശം നെഞ്ചിലേറ്റിയ ആലി മുസ്ലിയാർക്ക് ബ്രിട്ടീഷ് കിങ്കരന്മാരുടെ പീഡനത്തിനും അധിനിവേശത്തിനും ഇരയാകുന്ന തൻ്റെ നാട്ടുകാരുടെ ദുരവസ്ഥ കണ്ടുനിൽക്കാൻ സാധിച്ചിരുന്നില്ല. ഒന്നുകിൽ യുദ്ധം ചെയ്ത് അന്തസ്സോടെ മരിക്കുക, അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന് കീഴടങ്ങി നരകീയ മരണം വരിക്കുക എന്നത് മാത്രമേ തൻ്റെ മുന്നിലുള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ശക്തമായി തൻ്റെ അനുയായികളോടൊപ്പം പോരാടി. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ആലി മുസ്ലിയാരെ വധിക്കുകയോ പിടിക്കുകയോ ചെയ്യണമെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. തിരൂരങ്ങാടി കേന്ദ്രമാക്കി അദ്ദേഹം സ്ഥാപിച്ച ഭരണക്രമം അവർ തകർക്കുകയും ബ്രിട്ടീഷ് സൈന്യം തിരൂരങ്ങാടി കടക്കണമെങ്കിൽ ആലി മുസ്ലിയാർ കീഴടങ്ങണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ അവസരം തക്കം പാർത്തിരുന്ന ബ്രിട്ടീഷ് സർക്കാർ വിലക്കേർപ്പെടുത്തിയ ചേരൂർ ശുഹദാക്കളുടെ ഖബർ സന്ദർശിച്ച പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. കോഴിക്കോട് നിന്നും വിവിധ ഭാഗങ്ങളിലൂടെ സൈനികർ തിരൂരങ്ങാടിയെ വലയം ചെയ്തു. പള്ളി വളയുകയും ചെയ്തു. ആലി മുസ്ലിയാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് തൻ്റെ ജനതയ്ക്ക് പീഡനമുറകൾ കൂടി വന്നപ്പോൾ താൻ കീഴടങ്ങിയാൽ അനേകം മാപ്പിളമാരുടെ ജീവൻ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹവും 34 പേരും കീഴടങ്ങി. കോയമ്പത്തൂർ ജയിലിൻ്റെ തണുത്ത ഇരുട്ടറയിൽ തൂക്കുമരത്തിനു മുന്നിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ പ്രാർത്ഥനകളായിരുന്നു. മരണം മുന്നിൽ കണ്ടിട്ടും ആ ശിരസ് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കുനിഞ്ഞില്ല. 1922 ഫെബ്രുവരിയിലെ ആ പ്രഭാതത്തിൽ ആലി മുസ്ലിയാർ എന്ന വിപ്ലവം അണഞ്ഞെങ്കിലും അദ്ദേഹം കൊളുത്തിവെച്ച സ്വാതന്ത്ര്യത്തിൻ്റെ തീജ്വാല മലബാറിൻ്റെ ഓരോ മണ്ണിലും ഇന്നും ആളിക്കത്തുന്നുണ്ട്.